അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. ഇസ് ദർ എനി നീഡ് ടു ജോയിൻ സ്പെഷ്യൽ 40 ബിഫോർ CA ആർട്ടിക്കിൾഷിപ്പ്? അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൻ്റെ ആർട്ടിക്കിൾഷിപ്പിന് മുമ്പ് സ്പെഷ്യൽ 40 ചെയ്യണോ? അപ്പോൾ ആദ്യം സ്പെഷ്യൽ 40 പറയാം. സ്പെഷ്യൽ 40 എന്നൊരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കൂടുതലും ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള TDS, GST, ഇൻകം ടാക്സ്, അതായത് ഒരു ഫിനാൻസ് മാനേജർ ചെയ്യേണ്ട ഒരുവിധ എല്ലാ കണ്ടന്റുകളാണ് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സ്റ്റുഡൻറ്റ് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് ഉള്ളത്, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് 2 ഇയേഴ്സിൻ്റെത്. നോർമലി ഒരു 3-6 മന്ത്സ് കഴിയും ആ ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാൻ. ഈ കുട്ടികൾ പറയുന്ന പല ടേംസുകളും നമ്മളൊരിക്കലും പഠിച്ചിട്ടുണ്ടാവില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഫോക്കസ് ആയിട്ട് ആ സീനിയർ എന്താണോ ചെയ്യുന്നത് ആ ജോബാലും നമ്മളും ചെയ്യുന്നുണ്ടാവുക. സോ നോർമലി എഫക്റ്റീവ് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു 2 ഇയേഴ്സിൻ്റെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾഷിപ്പിൽ. നമ്മുടെ സ്പെഷ്യൽ 40 കോഴ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഡേ 1 മുതൽ ഇതൊക്കെ വളരെ വളരെ പരിചിതമായിരിക്കും, ഈ പറഞ്ഞ ടേംസൊക്കെ. അവർക്ക് ഡേ 1 മുതൽ തന്നെ പെർഫോം ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു 2 ഇയേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു BCom കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റിൽ വരുന്ന കുട്ടിക്ക് ചിലപ്പം പല ടേംസുകളും പുതിയതായിരിക്കും ഇൻ്റർമീഡിയറ്റ്. അതേപോലെ തന്നെ നിങ്ങൾ ആ ഇൻ്റർമീഡിയറ്റിന് കോഴ്സ് ചെയ്യുന്ന സമയത്തും സ്പെഷ്യൽ 40 കോഴ്സ് കഴിഞ്ഞാൽ ക്ലാസ്സും വളരെ വളരെ പെട്ടെന്ന് പരിചയമുണ്ടാവും. നമുക്ക് പറയുന്ന ടേംസൊക്കെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ ഇതൊരു തിയറി പഠിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. സ്പെഷ്യൽ 40 ഒരു CA സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബിഫോർ ആർട്ടിക്കിൾഷിപ്പ് വളരെ വളരെ എഫക്റ്റീവ് ആയിരിക്കും.